ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം? വരച്ചു വരച്ചതിപ്പോ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്താ. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണ് അവിടെ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്. കേറി പൊടിയകത്ത്. നിങ്ങൾ എന്തോന്നാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. പെങ്ങളെ, അവളൊരു കോലം വരച്ചതാ. അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത്. ഈ കിടക്കുന്നൊരു മഹാലക്ഷ്മിയാ. ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോ വേണ്ടാന്ന് പറയണ മച്ചമ്പി? പറയണ്ട. வீடுனா கோலம் போடுறதா வழக்கம். அப்பதான் லட்சுமி கரமா இருக்கும். கோலம் மாவுன்னு நினைச்சுதான் அதை எடுத்த. പുട്ട് ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? അമ്മ അടിപ്പാങ്ങളാ? അമ്മ അടിക്കാൻ വന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്താ നീ അവളോട് എന്ത് തെമ്മാടിത്തര കാണിച്ചേ? അവളെന്താ കരഞ്ഞോണ്ട് പോന്നെ? വൃത്തിയായിട്ട് കാണിച്ച കൊന്നുകളയും ഞാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രശ്നം വേറെയാ. എന്താ പ്രശ്നം? അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി. ഞാൻ എപ്പോ സംസാരിച്ചു? ജയേട്ടന് ഇപ്പൊ അവസ്ഥയ്ക്ക് പോണ്ട. தெரியாம இந்த தப்ப செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன். എന്നെ മன்னிച്ചിടുங்க. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും. ചിലപ്പോ അടിച്ചെന്നും വരും. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്തത് അല്ലേടാ? ഹരീഷ്ണ, പവിഴമല്ലിപ്പൂവിരിഞ്ഞു പവിഴമേ. ഹായ്, ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. പാലെങ്ങനെയുണ്ട്? പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഏട്ടാ, വെളുത്തിട്ട്. അത് തന്നെ ഞാനും ചോദിച്ചത്. ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാശാ. ചോദിച്ചാൽ ഉത്തരം പറയണം. അങ്ങനെ അങ്ങ് ദത്തെടുക്കല്ലേ. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന്. അതിന്റെ നാണക്കടേ എനിക്കും കൂടാ. ഞാനാടോ കുട്ടൻ നായർ. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത്. അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19-ന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ? ഇന്ന് എത്ര രമ തീയതി? ഇന്ന് 19 അല്ലേ? ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തോ? അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത. സകലതും തവിട് പൊടിയാക്കുന്നൊരു മുഹൂർത്തം. പവിഴ എവിടെ അമ്മേ? അവള് ചന്തയിൽ പോയി. ഇല്ല, അവളെ കാണുന്നുമില്ല. അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ. അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോന്നും. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലനൂരെ തോന്നും. ജയണ്ണനക്ക് എങ്കിട്ട കാതൽ ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല. കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം. ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. തൊഴുത്ത്? പശു. അവിടെ പശുക്കളെ ഉള്ളൂ.
ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട. ഉണ്ണിയേശുവിന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. കുഞ്ഞുലക്ഷ്മി, ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട്. അമ്മയും മോനും കൂടി അത് ചാണകട്ട് നാറ്റിക്കരുത്. അവളെന്താ വരാത്തത്? ജയേട്ടന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ ഈശ്വരാ. വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, நான் உன்னை விட மாட்டேன். நீ என் புன்னகை மன்னன். വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. ആ, നീ കഥ അടച്ച് തൂങ്ങ്. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്ന് ആ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മറ്റപ്പേക്കോട്ടാ രാത്രിയില്. ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഓ ഗോപികൃഷ്ണ, എന്തോ പറമ്പിൽ നെല്ലിക്ക എത്രണ്ട്? 3 ചാക്ക് കിട്ടുവോ? 2.5 ചാക്കേ പറിച്ചോളാ. കുറച്ചുകൂടെ പറിക്ക. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. മച്ചമ്പി, മോനെ, നമ്മുടെ ശാന്തി മുഹൂർത്തം ആകെ കലങ്ങിപ്പോയില്ലേ? ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ, അമ്മ, എനിക്ക് എന്ത് പറ്റിയടാ മോനെ? ഏത് കുട്ടിച്ചാത്തനാണ് നിന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ ആരാണ്ട് കൈവശം കൊടുത്തേ. അയ്യോ, എന്താ? എന്താ കാര്യം? എന്ത് പറ്റിയടാ? എന്താ അവനെ പശു തൊഴിച്ചോ? വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നേരം വെളുത്തപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കിടന്നുറങ്ങുന്നത്? ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്തോ ദോഷകാലോ. നീ എവിടെയാടാ രാത്രി കിടന്നത്? മുറിയില്. ഉറങ്ങി എണ്ണീറ്റതോ? ദാ ഇവിടെ. അതെന്താ, ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ? കഴിഞ്ഞ ജന്മം ഇന്നലെ പോത്തോ മറ്റോ ആയിരുന്നിരിക്കും. അതാ ഇപ്പൊ ഇവിടെ കിടന്ന് തുടങ്ങുന്നത്. ഇനി ഞാനൊരു സത്യം തുറന്നു പറയാം. അമ്മേ ഇങ്ങൊന്നേ. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേക്കുന്നത്? എങ്ങനെ ഇതിനുള്ളിൽ കേറുക?
ഇതെന്താ ഇത്? ഓ അച്ഛാ, പാന്റ് പാന്റ് അമ്മാവാ, പാന്റ് പാന്റ്. എന്താടാ വല്ല പ്രേതബാധയുണ്ടോ? ഓരോരോ ലീലാവിലാസങ്ങള്. മോഹം ഉണ്ടെങ്കിലേ അവനവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്കുക, അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുകയല്ല. എനിക്കിത് പാകാണ് അച്ഛാ, പിന്നെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാണ് ഈ ഞൊണ്ടല്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? അയ്യോ അമ്മാവാ. ആരെ കാണിക്കാനാണെങ്കിലും ശരി, ആര് വേഷം കിട്ടിയാലും ശരി, ഹരികൃഷ്ണന്റെ കാര്യത്തിലുള്ള തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. എന്താടി കാര്യം? ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വെളുക്കുമ്പോ എങ്ങനെയാ തൊഴുത്തിലെത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി. അതെ, നിങ്ങൾ എല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത്. ഉറക്കത്തിലേ അവൻ എങ്ങനെ തോന്നിയത്രേ? രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മയെ പറ്റിക്കാൻ എളുപ്പ, ബാക്കിയുള്ളതെല്ലാം തനി രാക്ഷസന്മാരാ. ഞാൻ മധുരയ്ക്കൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും. പിന്നെ 2 or 4 കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ. ഈ രാക്ഷസന്മാരെ ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. ഒന്നും തോന്നരുത്. ഇല്ല. നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരുവിധം മനസ്സിലാവുന്നില്ലേ? ഇന്നലെ എന്താ വരാഞ്ഞത്? ഞാൻ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കകൾ. കൂർക്കകളോ? ഉങ്ക അച്ഛനും അച്ഛനും വന്നോ? ഇതെന്താ വളയൽ? അച്ഛൻ എന്താ? ഇല്ലല്ലേ, നേത്ത് രാത്രി ജയകൃഷ്ണനും തന്നതാ. ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ? അധികം ലോഹ്യൊന്നും വേണ്ട. വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട്. നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല, ഒരു ദേവതയാണ്, അടുക്കള ദേവത. സത്യം പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? പറ, ആണോ? ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും. ചാട്. നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത്. മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ല, ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളപറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞോ എന്ന് എനിക്കൊരു തോന്നൽ. ആ തോന്നൽ അനാവശ്യമാ. ഗോപികൃഷ്ണൻ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി. ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു, ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി. എന്നാ എനിക്ക് പിഴച്ചു. മുതലാളി, ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കള. അയ്യോ എന്റെ കാല്. ഇയാളെ കല്യാണം കഴിച്ചാ ഈ കുളം എന്റെ പേരിൽ എഴുതി തരുമോ? ഓ, എഴുതി തരാം. തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 2 ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം. ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ? ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ? ഏയ്, ആരും വരില്ല. നീ ധൈര്യമായിട്ട് കുളിച്ചോ. എന്നാ ചേട്ടനും ചാട്. ചാട്. ഇനിയൊരു കുളിയാവാ. ഇന്നെന്താ ഇത്ര നേരത്തെ? വയ്യ, ഒരു ഉഷാറില്ല. ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ. അതാണ് നല്ലത്. മനസ്സറിഞ്ഞൊന്ന് കുളിച്ചാൽ ഒരു ഉഷാറ് വരും. 40, 41, 42, 43, 44, 45. 45 ആയുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ചേരാം. എന്നാ മുങ്ങ. അത്രക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ കെട്ടിയിരിക്കും. വെറും വാക്ക് പറയരുതേ. വെറും വാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും. എന്നാൽ എണ്ണിക്കോ. കെട്ടിയില്ലേ? അപ്പോൾ കാണാം. കാണാം. 1, 2, 3, 4, 5, 7, 9, 10. സുഖമായിട്ടൊന്ന് മുങ്ങി കുളിച്ചാൽ ക്ഷീണമൊന്ന് മാറും. അയ്യാ, കഴിവറ പോനെ. കണ്ട തേവിടിശികൾക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവന്മാർ നിനക്ക് കുളം കുഴിച്ചു തന്നിരിക്കുന്നത്? സർവനാശം വരുത്താൻ ഓരോരോ സന്തതികള്. എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നിന്ന് അവള് പൊന്തി വന്നത്. കുടുംബമാഹാത്മ്യം പറഞ്ഞ് കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ കുഴികുത്താൻ വിടുമ്പോ ആലോചിക്കണം. ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്നോരോന്ന് പൊന്തും. ആ യശോദ അല്ലെങ്കിൽ ഇത്തിരി അധിപ്രസംഗം അച്ചമ്പി. മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ. ഇത്രയേരോടെ കഴിഞ്ഞെങ്കിൽ ചത്തേനെ. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, അവര് തമ്മിൽ സ്നേഹത്തില. അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു? ഏകദേശം അറിയായിരുന്നു.
ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക? വെട്ടിക്കൊല്ലണ്ടടാ അവനെ അവളെ. അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ജയിലെങ്കിൽ ജയില്. എന്നാലും മാനം വിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല. ഇറങ്ങി വാടാ, ഇറങ്ങി വാ. നിനക്ക് പണ്ടാരത്തിനെ കെട്ടണോടാ? എനിക്ക് അവളെ വേണ്ട, അവളെ വേണ്ട. എന്താ പിന്നെ നാട്ടിക്കരുത്. 3 പേരോടും കൂടാ പറയുന്നത്, മനസ്സിലായോ? നീ ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും കണ്ടായിരുന്നോ? അരിച്ചില്ല. അരിച്ചില്ല അല്ല, അറിയില്ല. അരി ഇല്ല. ആ, നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാ ഞാൻ യശോദയുടെ കാര്യം ഒന്ന് എടുത്തിട്ട് അതാകെ തരിപ്പണമായി. എവിടെ പണം വരും? ഓ, പണത്തിന്റെ കാര്യം അല്ല പറഞ്ഞത്, തരിപ്പണത്തിന്റെ കാര്യം. തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ച് അതാ. എന്നെ കൊണ്ടിടുവാങ്ങളാ? നിന്നെ കൊല്ലാനോ? നല്ല കാര്യായി. മன்னிச்சிடுங்க. മന്നിച്ച കാല് വരെ പോവോ? രാജാവിൻ പാർവൈ റാണിൻ പക്കം തേടുതി സ്വർഗം കൈ ഓടുതി വെക്കം പൊന്മാലൈ മയക്കം. പവിഴം ഇങ്ക വന്നതുക്കപ്പുറം ഊருக்கு പോകവേ ഇല്ലേ? പോകണമെന്ന് ആശയില്ലേ? പവിഴത്തിന് ഈ വീട് പിടിച്ചോ? ഈ ഞാനെപ്പടി എന്നെ പിടിച്ചാച്ചോ? ചൊല്ല്. நீங்க ரொம்ப நல்லவரு. ஏன் இன்னும் கல்யாணம் കഴിക്കില്ല? എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവൂ. എടുത്ത് താലോലിക്കാൻ വിവരദോഷം പറയരുത്. ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല. അതിനിത്തിരി ചങ്കൂറ്റം വേണം. ആയ കാലത്ത് അത് കാണിക്കാതെ ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എവിടുന്നാ പൊട്ടി വീണത്? പൊട്ടി വീണൊന്നുമല്ല, മുളച്ചതാ.